തൃശൂർ പറപ്പൂക്കരയിൽ പിതാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകന്റെ ആത്മഹത്യാ ഭീഷണി. വെട്ടേറ്റ പിതാവ് രവിയെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് മുകളിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന മകൻ വിഷ്ണുവിനെ താഴെ ഇറക്കാനുള്ള ശ്രമം പുരോഗമിക്കുകയുമാണ്. സൂരജ് സജിയാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത്. സൂരജ്, എന്താണ് അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകന്റെ പ്രകോപനം? ഹാഷ്മി, എന്താണ് ഇതിലേക്ക് വഴിതെളിച്ചത് എന്നെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ടില്ല. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ഈ 40 ദിവസത്തോളമായി ഈ വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ഈ സഹോദരിയുടെ വീട്ടിലായിരുന്നു താമസിച്ചു വന്നത്. ഇവർക്ക് ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് അനുവദിച്ചിരുന്നു. ഇതിന്റെ ഈ ആധാരവും മറ്റു രേഖകളും ഈ ശേഖരിക്കുന്നതിന് വേണ്ടി ഇന്ന് ഉച്ചയ്ക്ക് ഈ വീട്ടിലെത്തുകയായിരുന്നു. ആ സമയത്ത് ഈ വിഷ്ണു മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഇതിനിടയിലാണ് ഈ വാൾ ഉപയോഗിച്ച് പിതാവിനെ വെട്ടി പരിക്കേൽപ്പിക്കുന്നത്. ആ സമയത്ത് മാതാവും ഒപ്പം ഉണ്ടായിരുന്നു. രവി പരിക്കേറ്റ് വീഴുകയും വെട്ടേറ്റ് വീഴുകയും ഈ സമയത്ത് മാതാവ് ഇറങ്ങി ഓടുകയും ചെയ്തതോടുകൂടി മാതാവിന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പക്ഷേ ഈ രവിയുടെ പരിക്ക് ഗുരുതരമാണെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തലയ്ക്കും കഴുത്തിനും വെറ്റേറ്റ രവിയെ പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ വിഷ്ണു ഇപ്പോഴും ഈ കെട്ടിടത്തിന്റെ, അതായത് ഓടിട്ട 2 നില വീടാണ്, ആ മുകളിലത്തെ നിലയിൽ കയറി നിന്ന് വിഷ്ണു വലിയ രീതിയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. പോലീസും ഫയർഫോഴ്സും ഇപ്പോൾ സ്ഥലത്തെത്തി ഈ യുവാവിനെ അനുനയിപ്പിച്ച് താഴെ ഇറക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. തുടർന്ന് ഈ യുവാവിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. പക്ഷേ ഈ പരിക്കേറ്റ രവിയുടെ നില അല്പം ഗുരുതരമാണെന്നുള്ളതാണ് നമുക്ക് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം. ആഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.